ശബ്ദിക്കുന്നു. അക്കൂട്ടത്തിൽ കള്ളനെ പിടിക്കാൻ വേണ്ടി എല്ലാവരും ഓടുമ്പോൾ കള്ളനും കൂട്ടത്തിൽ ഓടുന്നത് പോലെ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ ലോകമെല്ലാം ഒന്നായി ശബ്ദിക്കുമ്പോൾ ഏറ്റവും വലിയ ഭീകരവാദിയും തീവ്രവാദിയും അവനും കൂടി ഇവിടെ ഭീകരവാദം പാടില്ല, തീവ്രവാദം പാടില്ല എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ മൊത്തത്തിൽ ഭീകരത നടത്തുന്നവരടക്കം അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ഇവിടെ ഒരിക്കലും ഭീകരത വരാൻ പാടില്ല, തീവ്രത വരാൻ പാടില്ല, സമാധാനം വേണം. ഞാൻ നിങ്ങളോട് തീർത്തു പറയുന്നു, ഇവിടെ സമാധാനം ഉള്ളത് അതിന്റെ വലിയ ഒരു പങ്ക് വഹിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ വഅദിന്റെ മജ്‌ലിസുകളും പ്രസംഗങ്ങളും ആണ്. ഒരിക്കൽ കോഴിക്കോട് മർക്കസിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, കേരള ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി എല്ലാം ഉള്ളപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഈ കാണുന്ന സമാധാനം മുഴുവനും ആഭ്യന്തര വകുപ്പ് കൊണ്ട് മാത്രമുണ്ടായതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? പോലീസും പട്ടാളവും ഇവിടെ ഉണ്ട്, സമാധാനത്തിന് വേണ്ടി ആവശ്യമാണ്. ഞാൻ അതിനെ നിഷേധിക്കുകയല്ല. എന്നാൽ വെറും ഒരു പോലീസ് പട്ടാളം കൊണ്ട് മാത്രം ഇവിടെ സമാധാനം കൈവരിക്കാൻ കഴിയുകയില്ല. അത് സാധിക്കുന്നത് ധാർമ്മിക വിദ്യാഭ്യാസത്തിലൂടെ, ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ, ധാർമ്മിക ബോധം വളർത്തിയെടുക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതാരാണ് അവിടെ നടത്തുന്നത്? അത് 90% മുസ്ലിം സമുദായത്തിന്റെ വഅദുകളും പ്രസംഗങ്ങളും ദിക്ർ മജ്‌ലിസുകളും എല്ലാം അല്ലേ? ഈ ഭാഗത്ത് തന്നെ അൽഹംദുലില്ലാഹ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹൃദയത്തിന്റെ കഷ്ടമായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം മുഹമ്മദ് ദാരിമി, അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അവരുടെ ദർദനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ ഭാഗങ്ങളിലെല്ലാം ധാരാളം ദിക്റിന്റെ മജ്‌ലിസുകൾ സ്ഥാപിച്ചു, ധാരാളം ദിക്റുകളുടെ സദസ്സുകൾ ഉണ്ടാക്കി. അതിലേക്ക് ചെറുപ്പക്കാർ അടുത്തു വരുന്നു. അവിടെയെല്ലാം സമാധാനം വേണം, സൗഹൃദം വേണം, മുസ്ലിംകൾ തമ്മിൽ സമാധാനം വേണം, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും സമാധാനം വേണം, സൗഹൃദം വേണം. അൽഹംദുലില്ലാഹ് എന്നല്ലേ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് തന്നെ അൽ-മുനവ്വറയുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. അൽ-മുനവ്വറയുടെ അതുപോലെ ഖദീസിയയുടെ മർക്കസിന്റെ എല്ലാം പ്രസക്തി വർദ്ധിച്ചു വരികയല്ലേ? ഈ താമരകളും അതിലുള്ള വിദ്യാഭ്യാസവും ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്നും കലാപമാണ്, സംശയം വേണ്ട.
അതേ സമയത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ അൽമുനവ്വറയിൽ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണ്? ഒരിക്കലും ഒരു മതസ്ഥനെയും ഒരു വ്യക്തിയെയും നിസ്സാരപ്പെടുത്തുകയോ അവരുടെ മതങ്ങളെ ചീത്ത പറയുകയോ ആരാധന വസ്തുക്കളെ ആക്ഷേപിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഈ അൽമുനവ്വറയിൽ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മറ്റു സ്ഥാപനങ്ങളിലെല്ലാം പഠിപ്പിക്കുകയാണ്. ഒരിക്കലും ആരെയും ചീത്ത പറയരുത്. അതേസമയം മുസ്ലിമായ മനുഷ്യൻ അവന്റെ ഈമാൻ വളരെ ശക്തിയായി നിലനിർത്തണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉറച്ചു വിശ്വസിക്കണം. അല്ലാഹു ഏകനാണ്, അല്ലാഹു സർവശക്തനാണ്, അല്ലാഹു മറ്റൊന്നിലേക്ക് ആശ്രയം ഇല്ലാത്തവനാണ്, അല്ലാഹുവിലേക്ക് അഖില ലോക ചരാചരങ്ങളും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി അർഹമുർറഹീമായ അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി എന്ന് തുടങ്ങി 20 നിർബന്ധമായ സിഫത്തുകളും 20 വരാൻ പാടില്ലാത്തതും 1 അനുവദനീയമായതും ഇങ്ങനെ നാം കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുകയും അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങളായ ജനങ്ങൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെയാണ് ഏറ്റവും അധികം പ്രിയം വെക്കുന്നത്. അല്ലാഹുവിനെ പ്രിയം വെക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അങ്ങനെ അല്ലാഹുവിനെ പ്രിയം വെച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിവിടെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റ് മതസ്ഥരുമായി സൗഹാർദ്ദം വേണം, മറ്റ് ജനങ്ങളുമായി സൗഹൃദം വേണം. ആരെയും ആക്ഷേപിക്കാനോ തെറി പറയാനോ കുറ്റം പറയാനോ പോകാൻ പാടില്ല. ഇതല്ലേ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നീ ഭൗതികമായ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണമെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒരിക്കലും അല്ല. ഇവിടെ കച്ചവടക്കാരൻ വേണം, കർഷകൻ വേണം, തൊഴിലാളി വേണം, മുതലാളി വേണം, എല്ലാവരും വേണം. ഇല്ലെങ്കിൽ നടക്കൂല. ഇപ്പൊ സിദ്ദീഖ് സാഹിബ് നമുക്കൊരു ബസ് തന്ന്, എങ്ങനെ തന്ന്? അദ്ദേഹത്തിന്റെ അധ്വാനം കൊണ്ട് അദ്ദേഹത്തിന് കഴിവുണ്ടായിട്ടല്ലേ. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അതുപോലെ നമുക്ക് സംഭാവന കിട്ടണം. ഇതിങ്ങനെ ആകാശത്തുനിന്ന് വീഴുന്നതല്ലല്ലോ. ചില ആളുകൾ പറയും മർക്കസിന് പൈസ വേണ്ടാന്ന് പറയും. ആര്? മർക്കസിന്റെ ശത്രുക്കൾ മാത്രം, അല്ലാത്തവര് പറയില്ലല്ലോ. കാരണം ആകാശത്തിൽ നിന്ന് സ്വർണത്തിന്റെ മഴ ഇതുവരെ, ബിസ്ക്കറ്റ് ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഭൂമിയിൽ നിന്ന് സ്വർണത്തിന്റെ കൂൻ പൊടിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ നടക്കുന്നത്? ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് എങ്ങനെയാണ്? കോടിക്കണക്കിനാണ് ചെലവഴിക്കുന്നത്. മർക്കസ് സഖാഫത്തി സുന്നിയുടെ കീഴിൽ നേരിട്ട് പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 35,000 ഇന്ത്യ രാജ്യം. 35,000 വിദ്യാർത്ഥികളാണ് നേരിട്ട് പഠിക്കുന്നത്. കോഴിക്കോട് മാത്രമല്ല, 4,000 വിദ്യാർത്ഥികൾ യതീമുകളുണ്ട്. ഓർഫൻസ് 4,000. ഹോം കെയർ
വീട്ടിൽ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി 2 വയസ്സ്. ഇപ്പൊ അതാ ലാസ്റ്റ് ഒരു കുട്ടിയുണ്ട് 4 മാസമായ 4 മാസമായ യതീം കുട്ടിയുണ്ട് നമ്മളെ കയ്യിൽ. അവരെ മർക്കസിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോ 1 വയസ്സ് 2 വയസ്സ് 4 വയസ്സ് 8 വയസ്സ് വരെ കുട്ടികളെ അവരുടെ ഉമ്മമാരോ ജ്യേഷ്ഠന്മാരോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വെച്ച് പഠിപ്പിക്കും. ആവശ്യമായ എല്ലാ ചെലവുകളും നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ 4000-ഓളം യതീം മക്കളെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലെല്ലാം ആളുകൾ കാശ് തരണം, സ്പോൺസർ ചെയ്യണം. 1 മാസത്തേക്ക് 1 കൊല്ലത്തേക്ക് സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് 20,000 രൂപ മാത്രം. പഴയ കണക്കാണ്, ഇപ്പോ അതൊക്കെ അധികം വേണം. എന്നാലും 20,000 രൂപ ഒരു വിദ്യാർത്ഥിയെ വളർത്തിയെടുക്കാൻ സ്പോൺസർഷിപ്പ് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇവിടെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കണമെന്ന് പറയുമ്പോൾ, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഭൗതികമായ എല്ലാം ഒഴിവാക്കിക്കളയണമെന്നതിന് അർത്ഥമില്ല. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു തആല പഠിപ്പിച്ചത് വവജദക ആയിലൻ ഫഅഗ്നാ. ഓ ഹബീബായ നബിയേ, അവിടുന്ന് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു, വളരെ ഫക്കീറായിരുന്നു. ഫഅഗ്നാ, പിന്നീട് തങ്ങളെ അല്ലാഹു ഐശ്വര്യമുള്ള ആളാക്കി തീർത്തു. അപ്പോൾ അനുവദനീയമായ ഐശ്വര്യം നമുക്ക് വേണം, നമുക്ക് കഴിവ് വേണം. അതെല്ലാം ഹലാലായതും അംഗീകരിക്കപ്പെട്ടതും ആവണം, അല്ലാതെ ആവാൻ പാടില്ല. അങ്ങനെ അതിനിവിടെ ഭൗതികമായി പഠിക്കണം, ഭൗതികമായി പഠിക്കണം. ഇപ്പോ സുപ്രീം കോർട്ട് വരെ പോകുന്ന അഡ്വക്കറ്റുമാര് നമ്മുടെ സഖാഫികൾ ഉണ്ട്. മർക്കസിൽ നിന്ന് പഠിച്ച് ബിരുദം നേടിയ വിദ്യാർത്ഥികൾ സുപ്രീം കോർട്ടിൽ ഇന്ന് അഡ്വക്കറ്റുമാരായി വാദിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. വെറും എഴുതി കൊടുക്കുന്നവർ മാത്രമല്ല, വാദിക്കുന്ന സുപ്രീം കോർട്ടിൽ വലിയ അഡ്വക്കറ്റുമാരായി പ്രവർത്തിക്കുന്നു. മർക്കസിന്റെ സന്തതികൾ ഹൈക്കോർട്ടിൽ ധാരാളമുണ്ട്. അത് കൂടാതെ പോരാത്തത് കൊണ്ടാണ് പ്രത്യേകമായി സ്പെഷ്യലായി ഞങ്ങൾ ലോ കോളേജ് ആരംഭിക്കുകയും ചെയ്തത്. അതിൽ നിന്ന് 3 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ LLB ആയി പുറത്തു വന്ന ധാരാളം സഖാഫികൾ ഉണ്ട്, നൂറാനികൾ ഉണ്ട്, അഹ്സനികളുണ്ട്, സഅദികളുണ്ട്. അങ്ങനെ മതപണ്ഡിതന്മാരായ വിദ്യാർത്ഥികൾ തന്നെ അൽഹംദുലില്ലാഹ് ലോ പറയാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വേണ്ടേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതെല്ലാം നമുക്ക് വേണ്ടേ? വേണം. എങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം. ഈ അൽമുനവ്വറ വലിയൊരു സ്ഥാപനമായി വളരുന്നതിന് വേണ്ടിയല്ലേ ഈ മഹാന്മാരൊക്കെ ഇവിടെ വന്നത്? ആരാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ അറിയോ? ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖ് തങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ സയ്യിദ് കുടുംബവും അതിന്റെ പുറമെ വലിയ പണ്ഡിതനും മഹാനുമായ വ്യക്തി, പ്രായം വളരെയധികം ഉണ്ടായിട്ട് പോലും ഈ സ്ഥാപനത്തിലേക്ക് വന്നത് നിങ്ങൾക്കെല്ലാവർക്കും ദുആ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം ഈ സ്ഥാപനത്തിന് ഉണ്ടാകാനാണ്. അതുപോലെ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങളുടെ മകൻ പ്രിയപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ, അദ്ദേഹവും ആരോഗ്യമില്ലാഞ്ഞിട്ട് പോലും ഇവിടെ വന്നിട്ടുള്ളത് ഈ നാട്ടുകാരോടുള്ള സന്തോഷം നിങ്ങളുടെ സഹകരണത്തിന് വേണ്ടിയാണ്. അങ്ങനെ സയ്യിദന്മാരും മഹാന്മാരായ ആളുകളും ആലിമീങ്ങൾ ഹൈദറുസ് ഉസ്താദ് വരാൻ പ്രയാസാണ് എന്നോട് ഇസ്സുദ്ദീൻ സഖാഫി പറഞ്ഞു, സുഖമില്ലാത്തത് കൊണ്ട്. അൽഹംദുലില്ലാഹ് വന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ആലിമീങ്ങളും സയ്യിദന്മാര്, വേറെയും ധാരാളം സയ്യിദന്മാരുണ്ട്. ഞാൻ അവരുടെ പേര് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കാണ്.
എല്ലാ സയ്യിദന്മാരും ഐദറൂസിയും ബാഫക്കയും എല്ലാം ഇവിടെയുണ്ട്. അവരൊക്കെ വന്നിട്ടുള്ളത് ഈ മഹത്തായ സ്ഥാപനം വളരാൻ വേണ്ടിയാണ്. നാം എല്ലാവരും അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാകാൻ വേണ്ടിയാണ് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, നാട്ടുകാരെ, നിങ്ങളെല്ലാവരും നമ്മുടെ ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് സഹായിക്കണം. രണ്ട് വിധത്തിലാണ് ജനങ്ങൾ സാധാരണ രണ്ട് അഭിപ്രായക്കാരുണ്ടാവും. ഇപ്പോ ഇവിടെ കുറേയധികം കസേര കൊണ്ടുവന്നിട്ട് മതിയാകാത്തത് കൊണ്ട് കുറെ ജനങ്ങൾ ബാക്കിൽ നിൽക്കുന്നു. നമ്മുടെ അനുകൂലികൾ എന്ത് പറയും? ഒരാളോട് ചെന്ന് അൽഹംദുലില്ലാ അവിടെ എത്ര കസേര ഇട്ട് കൊടുത്തിട്ടും മതിയായില്ല കേട്ടോ, ആളുകൾ നിറഞ്ഞ് പിന്നെയും നിൽക്കുന്നവരാണ്. നേരെ മറിച്ച് വേറൊരുത്തനുണ്ടാവും, കണ്ടോ വലിയ ജോറായിട്ട് നോട്ടീസ് അതൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് ഇരിക്കാൻ കസേര പോലും കൊടുക്കാൻ അവർക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവനുണ്ടാവും. അതാണ് ഈ നെഗറ്റീവ് പറയുന്നവര്, പോസിറ്റീവ് പറയുന്നവര്, രണ്ട് വിഭാഗം ജനങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഈ നെഗറ്റീവുകാരാവാൻ പാടില്ല. നമ്മൾ ഒരു അനുകൂലമായി കഴിവിന്റെ പരമാവധി ചെയ്യുന്നത് നല്ലത് കണ്ട് അതിനെ സഹായിക്കുക, അതിനെ സ്വാഗതം ചെയ്യുക. മറ്റത് വല്ല വീഴ്ചകളും ഒരുപക്ഷെ പറ്റിപ്പോയാൽ ആ വീഴ്ചകളൊക്കെ പറഞ്ഞു തീർക്കാവുന്നതും ക്ഷമിക്കാൻ കഴിയുന്നതുമാണ്. പ്രത്യേകിച്ച് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് അലി മാഫക്ക് തങ്ങൾ തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി, മർക്കദിന്റെ പ്രസിഡന്റ് തന്നെ ഇതിന്റെ പ്രസിഡന്റായി, അതിന്റെ ജനറൽ സെക്രട്ടറിയായ എളിയവരായ ഞാൻ ഇതിന്റെ ജനറൽ സെക്രട്ടറിയായി. ഇനി നിങ്ങൾക്ക് ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ സ്ഥലമുണ്ടല്ലോ, ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങൾ പരിഹാരം കാണുകയും ചെയ്യും. അങ്ങനെ എല്ലാ ആളുകളുടെയും ഞങ്ങൾ അതിനൊരിങ്ങനെ ഒരു ആയുധമായി എന്നല്ലാതെ നിങ്ങളുടെ സ്ഥാപനമാണ്, നിങ്ങളുടെ നാടാണ്. ഈ നാട്ടിൽ ഇൽമു വളർന്നു വരണം, തഖ്വ വളർന്നു വരണം, ആലിമീങ്ങൾ വളർന്നു വരണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അല്ലാഹുവിനെ ഭയപ്പെടണം. ഏത് സമയത്തും അല്ലാഹുവിനെ പേടിക്കുന്ന ജനങ്ങളാവണം. അല്ലാഹു തആലാന്റെ ചോദ്യം തന്നെ നിങ്ങൾ കേട്ടില്ലേ? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, ഇനിയും സമയമായില്ലേ അല്ലാഹുവിനെ ഭയപ്പെടാൻ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയം പേടിക്കാൻ ഇനിയും സമയമായില്ലേ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പരിശുദ്ധ ഖുർആൻ ആയത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തന്റെ ഹികമിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഇഹാലത്തുക അൽ അഅമാല അലാ വുജൂദിൽ ഫറാഗി മിൻ റുഊനാത്തിൻ നഫ്സി. ഇപ്പൊ ഭയങ്കര തിരക്കാണ്, തിരക്കോട് തിരക്ക്. കച്ചവടത്തിന്റെ തിരക്ക്, അതുപോലെ രാഷ്ട്രീയ തിരക്ക്, മറ്റു പല തിരക്കുകളുമുണ്ട്. ആ തിരക്കുകള്, ധൃതിപ്പെട്ട പണികള്, അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടിയിട്ട്, നല്ലൊരു ഒഴിവ് കിട്ടിയിട്ട് എനിക്ക് അള്ളാഹ്ക്ക് ഭയപ്പെടണം, കൂടുതൽ നിസ്കരിക്കണം, സുന്നത്തിക്കരിക്കണം, മറന്നിക്കരിക്കണം എന്ന് കരുതുന്നത് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിത്തരത്തിൽപ്പെട്ടതാണ്, ഹംഖത്തരത്തിൽപ്പെട്ടതാണ്. എങ്ങനെ ഒഴിവ് കിട്ടും? എങ്ങനെ ഒഴിവ് കിട്ടുന്നത്? ഒരു മനുഷ്യന് ഒഴിവ് കിട്ടൂല. മരിക്കുന്നത് വരെ അവന്റെ ദുന്യാവിന്റെ ജോലി തീരാൻ കഴിയില്ല. അതിങ്ങനെ ഒന്നും വന്ന് തുടർന്ന് മറ്റൊന്ന് തുടർന്ന് ഇങ്ങനെ പോകും, ഒഴിവ് കിട്ടൂല. അതിന്റെ ഇടയിലാണ് പെട്ടെന്ന് കൊല്ലും ഓരോരുത്തന്റെയും കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വാറ്, ആ വാറും കാലുമായി എത്ര കണ്ട് അടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ അടുത്തതാണ് മൗത്ത്
എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഓ മോമിനീങ്ങളെ, എപ്പോഴാണ് മൗത്ത് എന്ന് അറിയില്ല. അങ്ങനെ മരിക്കുന്നത് വരെ മനുഷ്യന്റെ ജോലി തീരൂല. ജോലി അവസാനിച്ചിട്ട് ഇബാദത്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ കച്ചവടം ചെയ്യണം, നീ തൊഴിലെടുക്കണം, അതിന്റെ ഇടയിൽ നീ നിസ്കരിക്കണം. ഫർള് നിസ്കാരം കൃത്യമായി യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നിസ്കരിക്കണം. ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാത്ത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, എന്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം നിസ്കാരത്തിലാണ്. എന്റെ നാഥനായ അള്ളാഹുവിനോട്, എന്റെ സൃഷ്ടാവായ അള്ളാഹുവിനോട് നേരിട്ടുള്ള അഭിമുഖ ഭാഷണമായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളത് നിസ്കരിക്കുന്ന സമയത്താണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഓ പ്രിയപ്പെട്ട സഹോദര, നീയും ഞാനും ഇത് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നിസ്കാരം ഒരിക്കലും, ഫർള് നിസ്കാരം ഒരിക്കലും ഖളാ ആക്കരുത്. കൂട്ടത്തിൽ സുന്നത്ത് നിസ്കാരം, റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കണം. രാത്രി പാതിരാ സമയത്ത് സുബഹിന്റെ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. ഓ ചെറുപ്പക്കാരെ, യുവാക്കളെ, ഞാനിപ്പോൾ അതിനൊന്നുമായിട്ടില്ല, കുറച്ച് പ്രായമാവട്ടെ, എന്നിട്ടതൊക്കെ തുടങ്ങാമെന്ന് കരുതിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാവിഡ്ഢിത്തമായി പോകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി സുന്നത്ത് നിസ്കരിക്കാനും തഹജ്ജുദ് നിസ്കരിക്കാനും ദിക്റ് ചൊല്ലാനും അള്ളാഹുവിലേക്ക് അടുക്കാനും നോക്കണം. അതിന്റെ ഇടയിൽ നമ്മുടെ കച്ചവടം നടത്താം, തൊഴിലുകളിലെടുക്കാം, ജോലിക്ക് പോകാം. ഇതെല്ലാം ചെയ്തുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, ഞങ്ങൾക്ക് ദുനിയാവിൽ ഗുണം തരണം, ആഖിറത്തിലും ഗുണം തരണം. വഖിനാ അദാബന്നാർ, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കുകയും വേണമേ എന്ന് അല്ലാഹുവിനോട് പറയുന്ന ആ 2 ഗുണവും സമ്പാദിക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കാത്ത പക്ഷം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അർഹമുർ-റഹീമായ അല്ലാഹുവിലുള്ള ഏറ്റവും വലിയ വിശ്വാസവും ഏറ്റവും വലിയ പ്രിയവും നമ്മുടെ കൽബിൽ സ്ഥലം പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയ്ക്ക് പറഞ്ഞ നമ്മളെ കുട്ടികള് ഇടയ്ക്ക് സപ്ലിമെന്റ് എല്ലാവരും ഒന്ന് വാങ്ങണം, ഒരു ചെറിയ സംഭാവനയും കൊടുക്കണം. നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കുട്ടികൾ അതിനിങ്ങനെ കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മഹബത്ത് വെക്കുന്ന സ്വാലിഹീങ്ങൾ നമ്മളെ പഠിത്തി തരട്ടെ. രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, അവിടത്തോട് പ്രിയം വെക്കണം. അതിമിസ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി വഇന്നഹാ മഖബൂലത്തുൻ ബിഗൈരി തറദ്ദുദി അഅ്മാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹി ഇല്ല സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി. റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്ത് അല്ലാത്ത എല്ലാ അമലുകളും ഒരുപക്ഷെ സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന സംശയത്തിലാണ്. റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്ത് തീർച്ചയായും സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് സ്വലാത്തിന് നീ ധാരാളമായി ചെല്ലണം, വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള പ്രിയം നമ്മുടെ കൽബിന്റെ ഉള്ളില് ധാരാളമായി വർദ്ധിച്ചു വരണം എന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് രണ്ടും, അള്ളാഹുവിനും അള്ളാഹുവിന്റെ ഹബീബിനുമുള്ള പ്രിയം നമ്മുടെ കൽബിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ
മറ്റ് ഈമാൻ കാര്യങ്ങളെല്ലാം നമ്മുടെ കൽബിൽ വരുന്നു. ഈമാൻ പൂർണ്ണമാകുന്നു. മനുഷ്യന് അല്ലാഹു തആല മറ്റുള്ള ഈമാൻ കാര്യങ്ങളെല്ലാം നൽകുന്നു, അസാരമായി നൽകുന്നു. അതുകൊണ്ട് നാം എല്ലാവരും അല്ലാഹുവിന്റെ ഹബീബിനെ പ്രത്യേകമായി പ്രിയം വെക്കുകയും റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളായി വളരുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ കേട്ടില്ലേ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്യുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് ആവട്ടെ ഒരിക്കൽ ആയിഷ ബീവിയുടെ പേരിൽ ആരോ ചിലർ വ്യഭിചാര ആരോപണം പറഞ്ഞപ്പോൾ അതൊരു പക്ഷേ ശരിയായിരിക്കാം എന്ന് മെല്ലെ ഒന്ന് പറഞ്ഞു പോയ ആളാണ് കേട്ടോ ഹസ്സാൻ ഇബ്നു സാബിത്ത്. മാത്രമല്ല, പറഞ്ഞു പോയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ 2 കണ്ണിന്റെയും കാഴ്ച എടുത്തു കളഞ്ഞിട്ടുണ്ട്. അത്രയും ശിക്ഷ അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നാലും ആ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മദ്ഹ് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, അതല്ലയോ ഉമ്മ, നിങ്ങളെ സംബന്ധിച്ച് ഖദ്ഫ് പറഞ്ഞ വ്യഭിചാര ആരോപണം പറഞ്ഞ ആളല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത്, പിന്നെ എന്താണ് നിങ്ങൾ അദ്ദേഹത്തെ മദ്ഹ് ചെയ്യുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള, ഏറ്റവും വലിയ ഡിഗ്രിയുള്ള, അങ്ങേയറ്റത്തെ കഴിവുള്ള മഹൽ വ്യക്തിയായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളുടെ ബൈത്ത്, ഒരൊറ്റ ബൈത്ത് മതി. റസൂലുള്ളാഹിനെ കൊണ്ടുള്ള ബൈത്തുകൾ ധാരാളം ചൊല്ലിയ കൂട്ടത്തിൽ ഒരൊറ്റ ബൈത്ത് മതി അദ്ദേഹത്തിന്റെ ദോഷം പൊറുക്കാനെന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. എന്താണ് അവിടുത്തെ ബൈത്ത് സഹോദരങ്ങളെ? ഫഇന്ന അബീ വവാലിദതി വഇർളി ലിർളി മുഹമ്മദിൻ മിൻകും ഫിദാഉ. എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ അഭിമാനവും എല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സമർപ്പണമാണ്, അതേക്ക് ഫിദയാണ്, തണ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ധാരാളമായി മദ്ഹ് ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു പോയി. അതുകൊണ്ട് മാന്യ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് പറയാത്തവരാണ്, പറയുന്നതിനെ എതിർക്കുന്നവരാണ്, അതിനെ ചോദ്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അക്കൂട്ടത്തിലൊന്നും പെട്ടുപോകാതെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് കൂടി ഉൾക്കൊള്ളുന്ന സദസ്സാണല്ലോ. അതുകൊണ്ട് ഒറ്റ വാക്ക് മാത്രം ഞാൻ പറയട്ടെ. മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖ ഫഅഹ്മീക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. എന്നെ പിടിച്ചോവർ ആരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ബഹുമാനപ്പെട്ട ഔദുൽ അളം റളിയല്ലാഹു അൻഹു വലിയ ശൈഖും വലിയ മുറബ്ബിയുമായിരുന്നു എന്നതിൽ ലോകത്ത് ആർക്കും തർക്കമില്ല. എതിരാളികൾ പോലും അത് സമ്മതിച്ചിരിക്കുന്നു. ആ ബഹുമാനപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട ഖാദിരിയ്യ തരീഖത്തിന്റെ മുരീദുമാരിൽ ഒരാളാണ് കമാലുദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു ഉമർ മുസ്ലിയാർ എന്ന് അറിയപ്പെടുന്ന മഹാനവറുകൾ. അദ്ദേഹത്തിന്റെ മകനാണ് EK മുഹമ്മദ് ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ ദർജനെ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ആ ഖാദിരിയ്യ തരീഖത്ത് ഇവിടെ നിലനിർത്തി കൊണ്ടുവന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാം ആ
തരീക്കത്തും സുന്നത്ത് ജമാഅത്തിന്റെ വഴിയും അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് നീങ്ങണം. അല്ലാതെ നിസ്കരിക്കണ്ടെന്ന് പറയുന്ന കള്ളശേഖന്മാരുടെ കൂടെയോ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശരീഅത്തൊന്നും എനിക്ക് ബാധകല്ല എന്ന് പറയുന്നവരുടെ കൂടെയോ ഒന്നും പോകാൻ പാടില്ല. ശരീഅത്തിനെ മുറുകെ പിടിക്കുന്ന മഹാന്മാരുടെ കൂടെ മാത്രമേ പോകാവൂ എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും നമുക്ക് സ്ഥാപനത്തിന് നല്ല സഹായം ചെയ്യണം. ഇതിന്റെ പണിയൊന്ന് മേലോട്ട് നീക്കണം, പൊന്തിക്കണം, പൂർത്തീകരിക്കണം. ഈ ചെറിയ ബിൽഡിംഗ് തന്നെ ഇവിടെ ഒന്ന് ഒരു സൈഡ് പൂർത്തിയാക്കാനുണ്ട്. അതിനൊരു 10 ലക്ഷത്തോളം ഉറുപ്പ്യ വേണം. അതൊക്കെ പാരാ തരാ? ആരെങ്കിലുണ്ടോ 1 ലക്ഷം ഉറുപ്പ്യ നമ്മളെ ഈ പണി പൂർത്തിയാക്കുന്നതിലേക്ക് തരാൻ? ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ?